ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണു. ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഒരു പാക്കിംഗ് വീഡിയോയിലാണ് തുടങ്ങണം കേട്ടോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവൾക്ക് വെട്ടിയെടുക്കലും പോക്കും തന്നെയാണല്ലോ പരിപാടി എന്നുള്ളതല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു പാക്കിംഗ് ആണിത്. എവിടേക്കാണ് എന്താണെന്നൊക്കെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് വഴിയേ കാണാനും അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ കിച്ചു പോകുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ ഈ വീഡിയോ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾ പോയിട്ട് ഒരാഴ്ചക്ക് മുകളിലായെങ്കിലും നമ്മളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇതാ ഇപ്പോഴാണെന്ന് മാത്രം. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും പെറുക്കി പെട്ടിയിലാക്കി ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടാ, ഞാനും കിച്ചും കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. മക്കളാരും ഇവിടെ ഇല്ല, കാരണം എല്ലാവരും സ്കൂളിൽ പോയിക്കാണ്. പോകുന്ന വഴിക്ക് വേണം നമുക്ക് അവരെയും കൂടി എടുക്കാനായിട്ട് കേട്ടാ. എനിക്ക് തോന്നണേ ഇത്തവണത്തെ ലീവിൽ വരവിലുള്ള ലാസ്റ്റിലെ കറക്കം കൂടിയായിരിക്കും ഇന്നത്തെ ഈ ഒരു പോക്ക് എന്നുള്ളത് കേട്ടോ. കാരണം കിച്ചു പോകുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതോടുക്കനെ പിന്നെ പുറത്തിറങ്ങലൊന്നും ഉണ്ടാവില്ല. കാരണം പോകുന്നതിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കല്ലാതെ ശുഖമൂഖ ദിവസങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ വല്ലാതെ അങ്ങനെ ഇറങ്ങലൊന്നുമില്ല. അപ്പോൾ ഇന്നത്തോടെ ഞങ്ങളെ കലാശക്കൊട്ടാണ് ഈ പ്രാവശ്യത്തെ ലീവിലെ കലാശക്കൊട്ടും കൂടിയാണ് ഞങ്ങളുടെ ഈ പോക്ക് കേട്ടോ. പോകുന്ന വഴിക്ക് പള്ളിപ്പടി ഇറങ്ങിയിട്ട് കുറച്ച് ബേക്കറീസൊക്കെ വാങ്ങിച്ചിട്ടാ. എനിക്ക് എൻ്റെ കുറേ നമുക്ക് എല്ലാവർക്കും ഓരോരോ ശീലങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള എൻ്റെ ശീലങ്ങൾ എനിക്ക് എത്ര മാറ്റി നിർത്തണം എന്ന് തോന്നിയാലും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൃത്തികെട്ട ശീലമാണ് കേട്ടോ എൻ്റെ ഈ ഒരു ബേക്കറി തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വാങ്ങുന്ന ബേക്കറീസ് എനിക്കല്ല, അതാർക്കായി എന്താണെന്നൊക്കെ ഉള്ളത് നമ്മളെ വീഡിയോയിൽ തുടക്കത്തിലെ പാക്കിങ് കണ്ടില്ലേ. അപ്പോൾ അതിൽ പോലെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കത്തുറക്കത് ബേക്കറീസൊക്കെ വാങ്ങിച്ച് നേരെ വണ്ടിയിലെത്തി. അപ്പോഴത്തേന് മക്കളൊക്കെ സ്കൂൾ ബസ് ഇറങ്ങി കാറിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ അടുത്ത പോക്ക്. അപ്പം മക്കൾ ഇവിടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തള്ളി മറിക്കണ്ട. അത് പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേർക്കും പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടാവും. എവിടെ ലീനൂട്ടാ? എവിടെ 3 ഫുൾ കിട്ടിയാ? ഇനി എന്താ അടുത്ത എക്സാം? നാളെന്താണ്? അറബിക് ഉണ്ട് നാളെ. പിന്നെ ഒന്ന് തന്നിരുന്നത് പോയിക്കൊണ്ട് 2 സ്റ്റാർസ് ബുക്കിൽ ബുക്കില് 4 സ്റ്റാർസ്. എന്നാലില്ല ടാഗുമ്പോ 2 സ്റ്റാറും 3 സ്റ്റാറും എന്താ ബുക്കില് 3 സ്റ്റാർ. ടാഗുമ്പോ 4 സ്റ്റാർ. ക്ലാസ്സിൽ ഒച്ച വിളിയൊക്കെ ഉണ്ടാക്കിയാ ശബ്ദം പോയിക്കണല്ലോ. ഒച്ച ഉണ്ടാക്കിട്ടുണ്ടാവുന്നല്ലേ. നല്ല സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചിട്ടാ. സാറ് പറയുന്നുണ്ട് നല്ല ഉഷാറായിട്ട് സൗണ്ട് ഒക്കെ എടുത്ത് പറയണവർക്ക് ആയിരിക്കും സ്റ്റുഡന്റ് ആയത് ശലനല്ലേ. ഇനി ശലനാവൂല, ഒരു മാസത്തിൽ ഒരാള്. സ്റ്റുഡന്റ് ഇല്ല നല്ലപോലെ ചെയ്യുമ്പോ അങ്ങനെ ഓരോ സ്കൂൾ വിശേഷങ്ങളും കേട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ നേരെ കാലടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് നാത്തോനെയും മക്കളെയും ഒക്കെ വിളിക്കാനുണ്ട്. അവരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. എന്ന് പറഞ്ഞൊരു പഴയ ഓർമ്മകൾ കണ്ടില്ല. ഇപ്പോഴും അതുപോലെ പണ്ടത്തെ പോലെ തന്നെ പപ്പമ്മച്ചനൊക്കെ കല്യാണം കഴിച്ചു കൊടുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഉണ്ട് കാലടി ഇപ്പോഴും. തൂണൊക്കെ എന്നാ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ നിൽക്കണം ഇപ്പൊ. ഇതാണ് സുമതി വളവ്. സുമതി വളവിൽ ആടാ എന്റെ കുട്ടി ഇല്ലാഞ്ഞപ്പോ നിങ്ങൾ അതിനെ ചാമ്പാണല്ലേ. അപ്പൊ നിങ്ങളൊക്കെ പട്ടിക്കുട്ടികളാ? അവരാ നിക്കണട്ടാ, എല്ലാരും ഉണ്ട് കേട്ടാ. ഇവിടെ എവിടെയെങ്കിലും കെടുക്കണ്ടാവോ നോക്കാം. അങ്ങനെ അത് നേരെ കിച്ചുവിന്റെ വീട്ടിലെത്തി. അപ്പോഴത്തേനും നാത്തൂനും മക്കളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെയും കാത്തിട്ടിട്ടാ. ഇത് മൂത്ത നാത്തൂന്റെ മോളാണ്. മൂത്ത നാത്തൂനെയും മക്കളെയും വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. അവരിപ്പോൾ നാട്ടിൽ നിന്ന് പോവാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിച്ചു പോകുന്നതിന്റെ തലേ ദിവസം, അതായത് ഇപ്പൊ ഈ വീഡിയോ വരുന്ന സമയത്ത് ഓലും എത്തിയിട്ടും ഒരാഴ്ചന്റെ മുകളിലായിട്ടുണ്ടാവും. ബബുലുവിന്റെ തല പോലെയാണ് അവളെ തല. അതില് ചുപ്പാണ്ടി തലയായിരുന്നു, പിന്നെ കുഞ്ഞു ശരിയാക്കി.
ആമിക്കുട്ടിയെ ആമിക്കുട്ടി നോക്കണോക്കെ മോൾക്ക് നമ്മളെ കനവിലെ ആബിയുടെ കുട്ടീനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു ആബിയത്തയുടെ കുഞ്ഞാപ്പി കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് ആരാണ്, കുഞ്ഞാപ്പി ആരാണെന്നൊക്കെ അല്ലേ. അതാണ് കേട്ടോ നാത്തുവിൻ്റെ മോളാണ് ആമി. അവളെയാണ് നമ്മൾ കുഞ്ഞാപ്പി ആയിട്ടിട്ട് വീഡിയോയിൽ ആബിയുടെ കുട്ടിയായിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ നേരെ എത്തിയിട്ടുള്ളത് നെസ്റ്റോൽക്കാണ്. ഇവിടെ നമുക്ക് ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ഇത് എടപ്പാള് നെസ്റ്റോ ആണ് കേട്ടോ. ഞാൻ കുറേ മുന്നങ്ങാണ്ട് വന്നതാണ് എടപ്പാള് നെസ്റ്റോക്ക്. ഇപ്പം പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ പ്രത്യേക രസമാണ്. പക്ഷേ ഇവരായിട്ടുള്ള ഷോപ്പിംഗ് ഉണ്ടല്ലോ അത് ഒന്നൊന്നര എന്താ പണിയാണെന്ന് പറഞ്ഞ പോലെ, ബിഗ് ബോസിൽ പറഞ്ഞ പോലെ 7ന്റെ പണി കിട്ടുന്ന പോലെയാണ് ഇവരായിട്ടുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. കാരണം വേണ്ടതും വേണ്ടാത്തതും കണ്ടതും കാണാത്തതുമായിട്ടുള്ള സകല സാധനങ്ങൾക്ക് ഓൽക്കപ്പോൾ ആവശ്യം ഉണ്ടാവും. ആദ്യം ഖത്തർക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇവരായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാലും വലിയ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ 2 തവണത്തെ ഖത്തറിൽ പോക്കോടെ എനിക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ നാട്ടിലെ ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ കാണുന്ന അതേ ഒരു ആവേശമാണ് കേട്ടോ. അതായത് അവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്കൊക്കെ വരാൻ നേരത്ത് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി എടുക്കൂലേ, അതേപോലെയാണ് ഇപ്പോൾ നാട്ടിൽ വല്ല നെസ്റ്റോലോ ലുലുലോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ എവിടേക്കെങ്കിലും നമ്മൾ മക്കളെയും കൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് അതേപോലത്തെ ഫീലാണ്. അപ്പം ഇങ്ങനെ നമ്മളോട് ചോദിക്കാണ്ടിയും പറയാണ്ടിയും തന്നെ അവർക്ക് വേണ്ട ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും കാര്യങ്ങളും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളും കൊടുന്നിട്ട് ട്രോളിലിടുമ്പോൾ ഞാൻ പറയും, മക്കളെ ഇത് നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് അല്ലേ, ഇത് വീട്ടിലേക്കുള്ള ഷോപ്പിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടു അറിഞ്ഞു സാധനങ്ങൾ ഇടിക്കുന്നു ഞാനത് പറഞ്ഞ് വിലക്കലാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു അരി കണ്ടത്. കാരണം ഇത് ഖത്തറിലായ സമയത്ത് കിച്ചുവിന് നല്ല ഇഷ്ടമായിരുന്നു. ഇതുകൊണ്ട് ചോറ് വെച്ചാലിട്ട് എന്താണ് പാലക്കാടൻ മട്ട ആണെന്തോ പാലക്കാടൻ മട്ട തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിന് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ പോകാൻ ആൾ ഞാൻ 3-4 ദിവസം ബാക്കിയുള്ളെങ്കിലും ഉള്ള ദിവസങ്ങളിൽ ഇനി ഈ ചോറുണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടാ. പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് 2-3 ഫാമിലീസ് വന്നിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ കഥയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുത്തനെ ഞങ്ങൾ ട്രോളിയിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്തിക്കാണ് കേട്ടോ. കാരണം ആളെ അഴിച്ചു വിട്ടപ്പോഴേ ഓൻ വലിയവരെക്കായും വലിയ വലിയവരെക്കായും വലിയ കാട്ടിലാണ് ഓനക്ക്. അപ്പോൾ ഞങ്ങൾ ഓരോ ട്രോളിയിലിട്ട് ലോക്ക് ചെയ്തിക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങാണ് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഇവിടേക്കാണ് കേട്ടോ, ഐഡിയൽക്കാണ്. കാരണം ഫിനൂട്ടൻ ഇവിടെ ഹോസ്റ്റലിലാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ല നിങ്ങൾ ലഗേജ് പാക്കാക്കലൊക്കെ. അപ്പോൾ നമ്മൾ വല്ല ടൂറും കാര്യങ്ങളും പോയതൊന്നുമല്ല. നമ്മൾ ഫിനൂട്ടൻ കിച്ചു വന്ന് പ്രമാണിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ലഗേജും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അതേറ്റ് വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വന്ന പഠിച്ചു വെക്കുന്നുണ്ട്, ഇതാണല്ലേ നിങ്ങൾ വൈകുന്നേരം എന്ന് വെച്ചിട്ട് അവൻ വരുന്നത് തന്നെ. കാരണം 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തു. അവനക്ക് പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത്. ഇനിയിപ്പോൾ കിച്ചു പോകാനാവുമ്പോൾ അവനക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാപ്പി മകരും കൂടിയും കെട്ടിപ്പിടിക്കലും ഉമ്മ മക്കളും യാത്ര പറയലൊക്കെ കഴിച്ചിട്ടാണ് പോയതെങ്കിലും അൽഹംദുലില്ലാ ആൾക്ക് കിച്ചു പോകണം അന്ന് എന്തായാലും വീട്ടിലേക്ക് വരാനൊക്കെ പറ്റിയിട്ടാ. പിന്നെ ഇത്തവണ നമ്മൾ കിച്ചു പോകുന്ന ദിവസത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. കാരണം ഇത്തവണ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ഒരു മൂഡുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാ സാധനങ്ങളും സെർവ് ചെയ്യുന്നത് സാധാരണ നമ്മളെ ചട്ടിയിലൂടെ വീട്ടിലൊക്കെ ഓട്ടപ്പ ചുടുന്ന പോലത്തെ ചട്ടി ഉണ്ടാവില്ലേ, മൺചട്ടി, അതിലൊരു വഴല വെച്ചിട്ടാണ് അവർ ഫുഡൊക്കെ സെർവ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരു ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് എന്തോ വയറിനൊരു സുഖമില്ലാത്ത കാരണം ഞാൻ പ്രത്യേകിച്ച് ഫുഡൊന്നും ഞാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചപ്പാത്തിയും പിന്നെ ചിക്കൻ കുറുമ അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സുമി മറ്റേ എന്താ പറയുക കൊത്തു പൊറാട്ട അല്ല എന്താ പറയുക എന്താണ് കിഴിപ്പൊറാട്ട അതൊക്കെ കഴിച്ച്. മക്കൾ വേറെ എന്തൊക്കെയോ സാധനങ്ങളും കഴിച്ച്. കിച്ചു ഷവായ കഴിച്ച് അങ്ങനെയൊക്കെ കഴിച്ച്. പിന്നെ കാലടിക്ക് വീട്ടിലേക്കുള്ള എല്ലാവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഞങ്ങൾ പാർസൽ വാങ്ങിച്ചിട്ട് ആണ് കാലടിക്ക് പിന്നെ തിരിച്ചു പോയത് കേട്ടോ. എന്നിട്ട് സുമിനെയും കുട്ടികളെയും അവിടെ ആക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളെ താവളത്തിലെത്തി. ഇനി ഒരൊറ്റ കുളി ഒരു ഉറക്കം, അതാണ് അടുത്ത കലാപരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റേത് എവിടെയെങ്കിലും പോയി വന്നാൽ കുളിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇന്ന് കുളിക്കണ്ടേന്ന് ചോദിച്ചിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ കിച്ചു വന്നപ്പോൾ ഇത്തവണ ഒരു പൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയ മുതൽ ഓൾക്ക് കുളി 2 നേരം എന്താ പറയുക പോലെ ആവശ്യങ്ങൾക്ക് കുളിക്കണ പോലെ ആയിക്കിട്ട്. അപ്പോൾ അതിൽ കണ്ട് ഇറങ്ങി കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ പോലെ നീരാട്ടാണ്. അപ്പോൾ എന്തായാലും ഓല നീരാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതവിടെ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അങ്ങ് സമാപിച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കിച്ചു ഇത്തവണ നാട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ലാസ്റ്റത്തിലെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാ ഇനി കിച്ചു പോയതിന് ശേഷമുള്ള മറ്റുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു.